നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൻ ഒന്നും പറയാനുള്ള കണ്ടീഷനിലായിരുന്നില്ല. നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഈശ്വര, അവനിത് എന്ത് ഭാവിച്ച? നീ വിഷമിക്കണ്ട. അവനെന്തോ നല്ല പ്രയാസമുണ്ട്. എന്തായാലും നേരം വിളിക്കട്ടെ, ഞാൻ അവനോട് സംസാരിക്കാം. സൂര്യയോടും അവനിന്ന് വഴി വെച്ച് മോശമായിട്ട് സംസാരിച്ചിരുന്നു. ഇനി ഞാൻ എന്താ വേണ്ടത് വല്ലിച്ച? മോള് ടെൻഷനാവാതെ. അവനെന്തായാലും എന്നോടൊപ്പം അല്ലേ, ഞാൻ നോക്കിക്കോളാം. ശരി വല്ലിച്ച, ഞാൻ രാവിലെ വിളിക്കാം. ശരി മോളെ. അവനെന്താ പഴയ സേതുവട്ടനാവാൻ പോകണം? എനിക്കറിയില്ല സൂര്യ, വിദ്യാഭ്യാസം നേടിയിട്ടും അവന് വിവരമില്ലാതായി പോയല്ലോ. ഇത് വിവരമില്ലാത്തതിന്റെ അല്ല ഭാവന, നല്ല തല്ല് കിട്ടാത്തതിന്റെ അഹങ്കാരം, അല്ലാതെ എന്തു പറയാൻ? അവന് നല്ല വിഷമം കാണും, അതായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. വിഷമം ഉണ്ടെങ്കിൽ മദ്യപിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനും താനുമൊക്കെ എത്രമാത്രം മദ്യപിക്കണമായിരുന്നു. എന്തായാലും തന്റെ വല്ലിച്ച നന്നായത് കാര്യമായി. ഇല്ലെങ്കിൽ ഭരത്തിന് കുറെ കൂടി മദ്യം വാങ്ങി കൊടുത്തിട്ട് നേരെ തന്റെ വീട്ടിൽ കൊണ്ട് വിടുമായിരുന്നു. ഒരാള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാ പിന്നെ ആ വ്യക്തിയുടെ പഴയ കാലം പറയാൻ പാടില്ല സൂര്യ. ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാ. അമ്മയാണല്ലോ. അമ്മേ. മോളെ, ഞാൻ കരുതി നീ ഉറങ്ങിയിട്ടുണ്ടാവുന്ന. ഇല്ലമ്മേ, ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്താ അമ്മ വിളിച്ചേ? അല്ല, കുറച്ചു മുമ്പേ ഭാരത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു മുമ്പെന്ന് പറഞ്ഞാ എപ്പോഴാ അമ്മേ? ഒരു മണിക്കൂറായിട്ടുണ്ടാവും. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? സൂര്യമോനോട് വഴി വെച്ച് മോശമായിട്ട് പെരുമാറിയത് എന്തിനാന്ന് സേതു അവനോട് ചോദിച്ചു. അതിന് സേതുവേണ്ട എങ്ങനെ ഇതൊക്കെ അറിഞ്ഞേ? അത് മോനി സേതുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. അവസാനം ഞാൻ തന്നെ പിടിച്ച് അവനെ കൊണ്ടുപോയി പുറത്താക്കി. ഇല്ലെങ്കിൽ സേതു അവനും കൂടി ഇവിടെ കിടന്ന് വലിയ പ്രശ്നമാവും. അവൻ മദ്യപിച്ചിരുന്നു അമ്മേ? ഇല്ല, അങ്ങനെയാണെങ്കിൽ അതിന്റെ പുറത്താന്ന് കരുതാമായിരുന്നു. ഇത് അവൻ സ്വയബോധത്തോടെയാ വന്നത്. അവൻ ഇനി എന്താ ചെയ്യണ്ടേ അമ്മേ? എനിക്കറിയില്ല മോളെ. എല്ലാം ഇനിയിപ്പോ അവന്റെ വിധി പോലെ വരട്ടെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അമ്മ അങ്ങനെ വിധിയെ പഴിക്കാനൊന്നും പറ്റില്ല. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. അമ്മ ഫോൺ വെക്കേ. ശരി. എന്താ ഭാവന, ഭരത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവൻ ഇന്ന് അവിടെ പോയിരുന്നു എന്ന്. അപ്പോ സൂര്യയോട് മോശമായിട്ട് പെരുമാറിയതിനെ കുറിച്ച് സേതുവേട്ടൻ ചോദിച്ചു. മോനെ സേതുവേട്ടനോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സേതുവേട്ടനുമായിട്ട് വഴക്കിട്ടിട്ട് പോയി എന്നാ അമ്മ പറഞ്ഞത്. ഇനി അതിന്റെ പേരിലായിരിക്കും അവൻ പോയിട്ട് മദ്യപിച്ചിട്ടുണ്ടാവുക. അവൻ മദ്യപിച്ചതും തന്റെ വല്ലിച്ചൻ കൂട്ടിക്കൊണ്ടുപോയതും ആന്റിയോട് പറയാത്തെന്താ? വേണ്ട സൂര്യ, അതും കൂടി അറിഞ്ഞ പിന്നെ അമ്മ ഇന്ന് ഉറങ്ങൂല. സൗകര്യം പോലെ അത് വല്യച്ഛൻ അറിയിച്ചോളൂ. ഇപ്പൊ എന്ത് ചെയ്യാനാണെന്ന് പറ. എനിക്കറിയില്ല സൂര്യ. ജാനകി, ജാനകി. പപ്പേണ്ടത് എവിടെയായിരുന്നു? എന്താ ഇത്ര താമസിച്ചേ? പറയാം, ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരെ? കണ്ടു. ഇവനിത് എവിടുന്ന് കിട്ടി? നല്ല ഫിറ്റാ. ഭാഗ്യത്തിന് എന്റെ കണ്ണിൽ തന്നെ പെട്ടത്. ഇവനിത് എന്ത് ഭാവിച്ച പാപ്പേട്ടാ? പഴയ സേതുവാകാൻ നോക്കുവാണോ? എന്തായാലും നീ ഇവനൊന്ന് പിടിക്ക്. ആദ്യം ഇവന്റെ ഉള്ളിലെ കെട്ടം തുടങ്ങട്ടെ. ഇപ്പൊ ഞാൻ ആരാണെന്ന് പോലും ഇവന് മനസ്സിലായിട്ടില്ല. പിടിക്ക്. ഇറങ്ങ്. ഇങ്ങോട്ട് വാടാ. അവിടെ കൊണ്ടുപോവാ. കുടുംബം കളിക്കും. നടക്കങ്ങോട്ട് വാ. അവിടെ ഇങ്ങോട്ട് ഇരുത്ത്. ഇരിക്കണം. ഏതോ മുന്തിയാനോ അടിച്ചിരിക്കുന്നത്. അതാ ഒരു വെളിവില്ലാത്തത്.
ഗായത്രി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് പാപ്പേട്ട. ഇപ്പൊ വേണ്ട, വെറുതെ എന്തിനാ ഗായത്രിയുടെ BP കൂട്ടുന്നത്? ഇവനിപ്പോ എവിടെയാണെന്ന് അവർക്കും അറിയില്ലല്ലോ. ശോ, ഇങ്ങനെ പോയ ഇവന്റെ ഭാവി എന്താവും പാപ്പേട്ട? ഭാവന ഇവനെ മിണ്ടാതിരിടാ. ഏ? കിടക്കങ്ങോട്ട്. ആ, ഭാവന ഇവനെ ഈ അവസ്ഥയെ കണ്ട സഹിക്കുവോ പാപ്പേട്ട? എന്തായാലും ബോധം വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നീ പോയി മോരുണ്ടേ കൊണ്ടുവാ, ഇവന്റെ കെട്ടൊന്ന് ഇറങ്ങട്ടെ. ഡാടാ ഡാ വരട്ടെ. ഇത് എവിടെയാണെന്നെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ഏ? ഡാ, എടാ ഓർമ്മയുണ്ടോന്ന്? ഏ? ആ, എന്താ പാപ്പേട്ട? ഉണ്ട്. കൊടുക്ക്. ആ, ഡാ, ഡാ വരട്ടെ. ഡാ, ഇത് കുടിക്ക്. ഡാ, എനിക്ക് ഇങ്ങോട്ട്. വേണ്ട. ഡാ, കുടിക്കണം അങ്ങോട്ട്. കുടിക്ക്. അവന്റെ ഭാഗം ഒന്ന് കുടിച്ച്. ഒഴിക്കോ പാപ്പേട്ട? കുടിക്ക്. ഡാ, കുടി. കുടിക്ക്. ആ, കുടിക്ക്. ആ, ആഹാ. കുടിപ്പിക്ക് പാപ്പേട്ട അങ്ങോട്ട്. ഒഴിക്കോ ഒഴിക്കോ. പാടിക്കരുത്. കുടിക്ക്. കുടിക്കണം. വേണ്ടത് പറഞ്ഞത്. കൊടുക്ക് കൊടുക്ക്. കുടിപ്പിക്ക് കുടിപ്പിക്ക്. മൊത്തം വേണ്ട. ഇറങ്ങട്ടെ. കുടിക്കണം അങ്ങോട്ട്. ആരോടുള്ള ദേഷ്യമാണോ എന്തോ ഇവൻ സ്വയം തീർക്കുന്നത്? ഭാവനയോടാവും. അവളാണല്ലോ ഇവന്റെ ഒന്നാമത്തെ ശത്രു. ഇങ്ങനെ വിട്ടാ പറ്റില്ല ജാനകി. നമ്മൾ ഇടപെട്ട് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണം. ആരാ? എന്താടാ കിക്ക് വിട്ടോ? വെല്ലിച്ചിനെപ്പോഴാ വന്നേ? ആ വന്നപ്പോഴെന്നൊക്കെ പറയാം. നീ ഇത് എന്ത് ഭാവിച്ചാടാ? ആരെ തോപ്പിക്കാനാ ഈ പുറപ്പാട്? വെല്ലിച്ച, എന്നെ ഇപ്പൊ ആർക്കും വേണ്ട വെല്ലിച്ച. ബാവലേച്ചിക്ക് പോലും ഇപ്പൊ എന്നെ വേണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? നിന്നെ ഓർത്ത് ഓരോ നിമിഷം അവള് നീറിക്കൊണ്ടിരിക്ക. അതറിയോ നിനക്ക്? അതൊക്കെ ഭാവനച്ചിലെ അഭിനയം വല്ലമ്മ, വെറും അഭിനയം. വെല്ലിച്ച, ഇനി വെല്ലിച്ചിനോടൊപ്പം ഞാനുണ്ട് വെല്ലിച്ച. എടാ, ഭാവനേച്ചി അങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ. ഭാവനേച്ചി സൂര്യേട്ടനെയും വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ തെറ്റ്. എന്താടാ അവര് നിനക്ക് എന്ത് ദ്രോഹ ചെയ്തത്? എന്താ ചെയ്തെന്നോ? എന്റെ ജീവിതം വെച്ചിട്ട് അവരൊക്കെ കളിച്ചത്. അതിന് ഞാൻ പകരം വീട്ടും വെല്ലിച്ച. ഭാവനേച്ചയും വിടില്ല, സൂര്യേട്ടനെയും വിടൂല. കൊല്ലും ഞാൻ രണ്ടിനെ. എവിടാ സൂര്യ? അയ്യോ സൂര്യ, അവിടെ കിടക്കട്ടെ. സൂര്യ, രാവിലെ എണീറ്റാ മതി. എന്തൊരു കഷ്ടമാ ദൈവമേ, കഷ്ടം. അമ്മേ, ദാ ചായ. വേണ്ട. എന്താ അമ്മേ, ഭാരതിനെ ഇറക്കി വിട്ടതുകൊണ്ടാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വിഷമം കാണാതിരിക്കുമോ മായ? അവൻ സൂര്യമോനുമായിട്ട് തല്ലുണ്ടാക്കിയതും പോരാഞ്ഞിട്ട് എന്തൊക്കെയാ അവിടെ ചെന്ന് വിളിച്ചു പറഞ്ഞത്? അവൻ ഇപ്പോഴും നമ്മളോടുള്ള വെറുപ്പ് മാറിയിട്ടില്ല അമ്മേ. ഓണത്തിന് അമ്മ വിളിച്ചിട്ട് അവൻ ഫോൺ പോലും എടുത്തില്ലല്ലോ. പെറ്റമ്മയോട് വാശിയും വേർതിരിവും കാണിച്ച് അവൻ എത്ര നാൾ ജീവിക്കും? ഇന്നല്ലെങ്കിൽ നാളെ അവൻ അവന്റെ തെറ്റുകൾ മനസ്സിലാക്കും അമ്മേ. അമ്മ നോക്കിക്കോ. അമ്പാലിയും കൂടെ അടിച്ചിറക്കിയ സ്ഥിതിക്ക് അവനിപ്പോ ഒരു എത്തും പിടിയില്ല നടക്കായിരിക്കും. നമ്മൾ ആരും ഒന്നും ചെയ്തില്ലല്ലോ അമ്മേ. ഒരു കാരണമില്ലാതല്ലേ അവൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. സേതോട്ടൻ അവനോട് സൂര്യ നീ എന്തിനാ അടിച്ചെന്നല്ലേ ചോദിച്ചുള്ളൂ. അതിനവൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? അവനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള സൂര്യമോനോട് തന്നെ അവനിങ്ങനെയൊക്കെ കാണിക്കണം. പാവം, സൂര്യയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവന്റെ കൈയും കാലും തല്ലി ഒടിച്ചനെ. അമ്മേ, സൂര്യയോട് പറയണം ഭാരത്തിന്റെ ഒരു കാര്യത്തിലും ഇനി ഇടപെടാൻ പോകരുതെന്ന്. ശരി വല്ലിച്ച, ഓക്കെ, ഞാൻ വിളിക്കാം.
അമ്മേ, അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഭരത് ഇപ്പൊ വെല്ലിച്ചനടുത്തുണ്ട്. വെല്ലിച്ചനെ വിളിച്ചത്. ഇന്നലെ രാത്രി മദ്യപിച്ച് വഴി കിടന്ന ഭരത്തിനെ വെല്ലിച്ചനാ വീട്ടിലോട്ട് കൊണ്ടുപോയത്.